ഫ്ലോട്ടിംഗ് പോണ്ടൂൺ പാലമായ പഴയ ഹൗറ പാലം 1874 ഒക്ടോബറിൽ തുറന്നുകൊടുക്കുകയും അത് കൈകാര്യം ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്ത തുറമുഖ കമ്മീഷണർമാർക്ക് കൈമാറി. പരേതനായ സർ ബ്രാഡ്ഫോർഡ് ലെസ്ലി രൂപകൽപ്പന ചെയ്ത ഇതിന് അബട്ട്മെന്റുകളുടെ മധ്യഭാഗങ്ങൾക്കിടയിൽ ആകെ 1528 അടി നീളമുണ്ടായിരുന്നു. കൂടാതെ 48 അടി റോഡ്വേയും 27 അടി നടപ്പാതകളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഹൗറ നഗരത്തിന്റെ ചരിത്രം 500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. എന്നാൽ ഈ ജില്ല ചരിത്രപരമായി പുരാതന ബംഗാളി രാജ്യമായ ഭൂഷുട്ട് കൈവശപ്പെടുത്തിയിരുന്ന ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1565-79 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സഞ്ചരിച്ച വെനീഷ്യൻ പര്യവേക്ഷകനായ സിസേർ ഫെഡറിസി ഏകദേശം 1578 തന്റെ ജേണലിൽ ബട്ടർ എന്ന സ്ഥലത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. തൂണുകളില്ലാതെ ഹൗറ പാലം എങ്ങനെയാണ് നിൽക്കുന്നത്? പകരം പ്ലേറ്റുകളിലെ ദ്വാരത്തിലൂടെ തിരുകിയ 2 അതിലധികമോ പ്ലേറ്റുകളെ ബന്ധിപ്പിക്കാൻ ഒരു ലോഹക്ഷണം ഉപയോഗിച്ചു. മറുവശത്ത് അമർത്തി. ഹൗറ പാലം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലങ്ങളിൽ ഒന്നാണ്. ഹൂഗ്ലി നദിക്ക് മുകളിലുള്ള അതിന്റെ തൂക്കുപാലത്തിന് തൂണുകളോ ഒന്നുമില്ല. അറ്റകുറ്റപ്പണികൾക്കും പരിശോധനയ്ക്കുമായി എല്ലാ ദിവസവും ഒരു ചെറിയ സമയത്തേക്ക് ഇത് അടച്ചിടുന്നു. About Howrah Bridge in BBD Bagh, Kolkata, just dial. The Howrah Bridge holds a special place in the hearts of the people of Kolkata. It is often featured in films, literature, and art. Just dial. History of Howrah Bridge, the Samilton Hotel, Kolkata. The Howrah Bridge, also known as Rabindra Setu, stands as an enduring symbol of Kolkata's vibrant history and engineering brilliance. The Howrah Bridge, also known as Rabindra Setu, located in Hush, Kolkata. The Howrah Bridge, also known as the Rabindra Setu, is an iconic cantilever bridge spanning the Hooghly River in Kolkata, India. ഹൗറ പാലം കൊൽക്കത്തയിലെ ഒരു പ്രധാന ആകർഷണവും എഞ്ചിനീയറിംഗ് വിസ്മയവുമാണ്. ഇത് രബീന്ദ്ര സേതു എന്നും അറിയപ്പെടുന്നു. 1943 പണി പൂർത്തിയായ ഈ പാലം ഹൂഗ്ലി നദിക്കു കുറുകെ നിർമ്മിച്ചതാണ്. കൊൽക്കത്തയും ഹൗറയും ബന്ധിപ്പിക്കുന്ന ഈ പാലം നഗരത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഹൗറ പാലത്തിന്റെ ചരിത്രം. പഴയ പാലം 1874 ഒരു പൊണ്ടൂൺ പാലം ആണ് ആദ്യം ഇവിടെയുണ്ടായിരുന്നത്. ഇത് ബ്രാഡ്ഫോർഡ് ലെസ്ലി രൂപകൽപ്പന ചെയ്തതായിരുന്നു. പുതിയ പാലം 1943 ഇപ്പോഴുള്ള കാന്റിലിവർ പാലം ഉദ്ഘാടനം ചെയ്തു. ഇത് രബീന്ദ്രനാഥ് ടാഗോറിന്റെ സ്മരണയ്ക്കായി രബീന്ദ്ര സേതു എന്നും അറിയപ്പെടുന്നു. നിർമ്മാണം. പാലത്തിന്റെ നിർമ്മാണത്തിൽ റിവറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ പാലത്തിന്റെ തൂണുകൾക്ക് 468 അടി നീളമുണ്ട്. പ്രധാന കണ്ണി. ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള ഒരു പ്രധാന കണ്ണിയാണ് ഹൗറ പാലം. ഇത് കൊൽക്കത്തയുടെയും ഹൗറയുടെയും ഗതാഗതത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ചിഹ്നം. ഹൗറ പാലം കൊൽക്കത്തയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പ്രതിദിനം 1,00,000-ലധികം വാഹനങ്ങളും എണ്ണമില്ലാത്ത കാൽനടയാത്രക്കാരും ഈ പാലം ഉപയോഗിക്കുന്നു. ഹൗറ പാലം 1943 നിർമ്മിക്കപ്പെട്ടു. ഇത് നിർമ്മിച്ചത് ബ്രെയ്ത്വെയ്റ്റ് ബേൺ ജെസോപ്പ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. കാന്റിലിവർ പാലം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ പാലങ്ങളിൽ ഒന്നാണ് ഇത്. തിരക്കേറിയ പാലം. പ്രതിദിനം 1,00,000-ലധികം വാഹനങ്ങളും 150,000 അധികം കാൽനടയാത്രക്കാരും ഈ പാലം ഉപയോഗിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കാന്റിലിവർ പാലങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു.
കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഹൗറ പാലം രാത്രിയിൽ മനോഹരമായ കാഴ്ചയാണ്. ഇതിന് ഔദ്യോഗികമായി രബീന്ദ്ര സേതു എന്ന് പേരുണ്ടെങ്കിലും ഹൗറ പാലം എന്ന പേരിലാണ് കൂടുതലായി അറിയപ്പെടുന്നത്. രാത്രിയിൽ ഹൗറ പാലം ആകർഷകമായ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഈ പ്രകാശത്തിൽ തിളങ്ങുന്ന പാലം നഗരത്തിന്റെ രാത്രികാല കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നു. ഹൂഗ്ലി നദിയിലൂടെ ഒരു ഫെറിയിൽ യാത്ര ചെയ്യുന്നത് രാത്രിയിൽ പാലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ്. പാലത്തിനടിയിലൂടെ കടന്നുപോകുമ്പോൾ ഇത് സവിശേഷമായ ഒരനുഭവമാണ് നൽകുന്നത്. കാൽനടയാത്ര രാത്രിയുടെ ശാന്തതയിൽ പാലത്തിലൂടെ നടക്കുന്നത് നഗരജീവിതത്തിന്റെ ഒരു വേറിട്ട അനുഭവം നൽകും.